പള്ളിക്കാട്ടിലെ മതിലിൽ മുഖമമർത്തി വിങ്ങിപ്പൊട്ടുന്ന ഈ ഉമ്മയുടെ ചിത്രം വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. കൂട്ടുകാരുടെ മുന്നിൽ ഒപ്പം നിൽക്കാൻ അവനും ഒരു ബൈക്ക് വേണമായിരുന്നു. അതിനുവേണ്ടി ദിവസവും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. നിർബന്ധം സഹിക്കവയ്യാതെ ഉമ്മ ബാപ്പയോട് കാര്യം അവതരിപ്പിച്ചു. അവനിപ്പോൾ തീരെ കുഞ്ഞല്ലല്ലോ. അവൻ്റെ കൂട്ടുകാർക്കൊക്കെ വീട്ടുകാരാണ് വണ്ടി മേടിച്ചു കൊടുത്തത്. നമുക്കൊരു ബൈക്കിൻ്റെ ആവശ്യം ഇപ്പോൾ ഉണ്ട്. അവനൊരു ബൈക്കുണ്ടെങ്കിൽ എനിക്കും സമാധാനമാണ്. വീട്ടുസാധനങ്ങൾ എത്തിക്കാനും എവിടെയെങ്കിലും പോവണമെങ്കിലും വെയിലും മഴയും കൊണ്ട് ബസ് കാത്തു നിൽക്കണ്ടല്ലോ. അങ്ങനെ ഗൾഫിലുള്ള വാപ്പ അയച്ചു കൊടുത്ത കാശ് കൊണ്ട് ഏറ്റവും നല്ല മോഡൽ ബൈക്ക് തന്നെ മേടിച്ചു. ഓരോ യാത്രയിലും ഉമ്മ മകനെ ഓർമ്മിപ്പിച്ചു, മോനെ പതുക്കെ പോണേ, സൂക്ഷിക്കണേ, ഹെൽമെറ്റ് ഇടണേ. പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടിയപ്പോൾ ഏറെ വൈകിയെങ്കിലും വീടും പറമ്പും വഴിയും നിറഞ്ഞു ആളുകൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വെള്ളത്തുണിയിൽ 3 കെട്ടും കെട്ടി പൊതിഞ്ഞ അവൻ്റെ ജീവനറ്റ ബോഡി പള്ളിയിൽ പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ വഴിയരികിൽ അവൻ്റെ ചിരിക്കുന്ന ഫോട്ടോ വെച്ച ഫ്ലെക്സും ഉണ്ടായിരുന്നു. ഫേസ്ബുക്കിലും വാട്സപ്പിലും ന്യൂസിലുമൊക്കെ അവൻ്റെ ഫോട്ടോകൾ വന്നു. കമൻറ്റുകൾ പെരുകിക്കൊണ്ടിരുന്നു. അപകടങ്ങൾ വീണ്ടും വന്നു. അവനെ പലരും മറന്നു തുടങ്ങി. ഉമ്മക്കും ഉപ്പക്കും ഏക മകനായ അവനെ മറക്കാനാവില്ലായിരുന്നു. പള്ളിക്കാട്ടിൽ വന്ന് അവൻ്റെ ഉമ്മ അവനോട് ഏറെ നേരം സംസാരിക്കും. പൊടിമീശക്കത്തായ മരവിച്ച ചുണ്ടുകൾ മറുപടിക്കായി ചലിച്ചില്ല. എന്നേക്കുമായി തിരുമ്മി അടുക്കപ്പെട്ട ആ കണ്ണുകൾ തുറന്ന് ഉമ്മയെ നോക്കിയതുമില്ല. പ്രിയ മക്കളെ, നിങ്ങളെയും വഹിച്ചു കൊണ്ട് പായുന്ന ബൈക്കിൻ്റെ ടയർ 1/2 ഇഞ്ചോളം റോഡിൽ തൊടുന്നില്ല. വീട്ടിൽ നിങ്ങളെ കാത്തിരിക്കുന്നവരോട് മോർച്ചറിക്ക് മുമ്പിൽ കാത്തിരിക്കേണ്ട അവസ്ഥ വരുത്തി വെക്കരുത്. ആ ഉമ്മക്കും ആ ഉമ്മയുടെ അവസ്ഥയുള്ള എല്ലാ ഉമ്മമാർക്കും അമ്മമാർക്കും സഹിക്കാനുള്ള കരുത്ത് കൊടുക്കട്ടെ. ഇനി ഒരു മാതാപിതാക്കൾക്കും ഇങ്ങനെ ഒരു അപകടത്തിലൂടെയുള്ള ഒരു മരണം മക്കൾക്ക് കൊടുക്കല്ലേ എന്നൊരു പ്രാർത്ഥനയോടെ